കണ്ണൂർ കണ്ണപുരത്തേക്കാണ് പോകുന്നത്. അവിടെ കീഴറയിലാണ് വീടിനുള്ളിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ആ വീട് പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ഒരാൾ മരിച്ചതായുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് സ്ഫോടനം നടന്നത്. സംഭവസ്ഥലത്ത് നിന്ന് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വീട് പൂർണ്ണമായും തകർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സുനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ആ വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. പോലീസ്, ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ടോ? പരിശോധനയ്ക്ക് എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ആ സ്പോട്ടിൽ നിന്നുള്ള വിവരങ്ങൾ സുനിൽ? ജിൽസി 1:55 കൂടിയാണ് സ്ഫോടനം എന്നാണ് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു മൃതദേഹം ഈ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മരണം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇവിടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജറാണ്. ഷാജറെ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരം? എന്താ അവിടുത്തെ സാഹചര്യം? നിലവിൽ ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, നിലവിലൊരു ബോഡിയാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗം തകരാതെ കുറച്ചുണ്ടായിരുന്നു. അവിടുന്നാണ് ഇപ്പൊ നിലവിൽ കിട്ടിയ ബോഡി. അപ്പൊ തകർന്ന സ്ഥലം ഇപ്പോ നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളത് നീക്കിയാൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. കൂടുതൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? നിലവിൽ അങ്ങനത്തെ ഒരു സാധ്യത കാണാനില്ല. ഇനിയിപ്പോ നീക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ അതിന്റെ വ്യക്തത പറയാൻ പറ്റും. പടക്കമാണെന്ന് സ്ഥിരീകരിച്ചോ? അല്ല, അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇല്ല. ഈ പടക്കത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചെതറിക്കിടക്കുന്നുണ്ടല്ലോ. ചെതറിക്കിടക്കുന്നുണ്ട്. ഇതിന്റെ ഇത് എപ്പോഴത്തേക്കാണ് സംഭവം ഉണ്ടായതെന്നാണ് കിട്ടുന്ന ഒരു? അല്ല, പുലർച്ചയോടുകൂടിയാണ്. 2 മണിയോടുകൂടിയാണ്. എന്തായാലും കൂടുതൽ ആൾ ഇപ്പൊ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന. കമ്മീഷണറുടെ നേതൃത്വത്തിൽ കമ്മീഷണറുണ്ട്, ACP ഉണ്ട്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ജിൽസി, അതാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 1:55 കൂടി സ്ഫോടനം ഉണ്ടാവുന്നു. ഈ വീട്ടിൽ ഈ സ്ഫോടനം നടക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത് ഏതാണ്ട് ഒരു വർഷവും 3 മാസവും മുമ്പ് ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാൾ വാടകയ്ക്ക് കൊടുത്ത വീടാണിത്. അദ്ദേഹം ഇവിടെയല്ല, കണ്ണൂരിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്ത ആളിൽ നിന്ന് മറ്റൊരാളെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇവിടെയുള്ള ആളുകളല്ലേ? അതെ ചേട്ടാ, എപ്പോഴത്തേക്കായി സംഭവം ഉണ്ടാകുന്നത്? എന്താ എനിക്ക് ഒരു 2 മണിക്കാണെന്നാണ് പറഞ്ഞത്. വലിയ ശബ്ദം കേട്ട് ആളുകൾ അറിഞ്ഞതാണ്. ഈ വീടുകളെ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കൊക്കെ വലിയ കേടുപാടുണ്ട്. ജനല് വാതിലും ഒക്കെ തകർന്നിട്ടുണ്ട്. അതിന്റെ ശക്തിയിൽ തകർന്നു തന്നെയാണ്. ഇതാരാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാം? അതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. വാടകയ്ക്ക് എടുത്ത ആളല്ല ഇവിടെ താമസിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ പരിസരവാസികൾ പറയുന്നത്. 2 പേര് രാത്രി ഇങ്ങനെ ബൈക്കിൽ വന്നു തിരിച്ചു പോകുന്നതായിട്ടാണ് ഇവർക്ക് അനുഭവപ്പെട്ടത്. ആളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഇതൊരു ദുരൂഹത ഇതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാരാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ആർക്കുമില്ല. അതായത് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ഉടമസ്ഥയിലുള്ള വീടാണിത്. ഈ വീട് 1 വർഷവും 3 മാസവും മുമ്പ് ഒരാൾക്ക് വാടകയ്ക്ക് നൽകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ളൊരു എഗ്രിമെന്റ് അവരുമായി ഉണ്ടാക്കിയിട്ടില്ല. മലയാളികളായ ആളുകൾക്കാണ് ഈ വീട് നൽകിയത്. വീട് ഒരു നാട്ടിൻപുറമാണിത്. അവിടെ കിടന്ന വീട് വെറുതെ നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി തൽക്കാലത്തേക്ക് അത് വാടകയ്ക്ക് നൽകിയതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവർ നൽകുന്ന വിവരം. എന്തായാലും അവരിൽ നിന്ന് മറ്റാരെങ്കിലും ഇത് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ എന്ന ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബൈക്കിൽ സ്ഥിരമായ ഒരാൾ ഇവിടെ എത്തുമായിരുന്നു. അയാളുടെ ബൈക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബൈക്കിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. രാജേഷ്, അതിനു മുമ്പ് ഈ മുകളിലേക്ക് ഇതാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡിന് തൊട്ട് മുകളിലാണ് ഈ വീട്. ആ വീട് നമുക്ക് കുറേയൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ആ വീട് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്ന് ചിതറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഓടിട്ട ഒരു പഴയ വീടായിരുന്നു. അതിന്റെ ഓടിട്ട ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അവിടെ ഇപ്പോ ഒരു കോൺക്രീറ്റിന്റെ ഒരു മുറി ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത ഒരൊറ്റ മുറി മാത്രം, അത് മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും ചിതറി തെറിച്ചുപോയി. അതിനുള്ളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. കൂടുതൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോഴും ആ പോലീസിനോ നാട്ടുകാർക്കോ ഇല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ അവിടെ വലിയ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഈ തകർന്ന അവശിഷ്ടങ്ങളൊക്കെ മാറ്റി
അവിടെ നിന്ന് പരിശോധന സുനിൽ, അതായത് അവിടെ എത്തി നാട്ടുകാരോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ അവിടെ പടക്ക നിർമ്മാണം നടന്നിരുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിൽസ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് കൃത്യമായി നാട്ടുകാർക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയോ വിവരങ്ങളോ ഒന്നുമില്ല. ഇവിടെ ആരായിരുന്നു താമസിച്ചിരുന്നത്, അത് ആർക്ക് വേണ്ടിയാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്, ഈ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നൊന്നും സംബന്ധിച്ച് ആർക്കും കൃത്യമായ ഒരു വിവരവുമില്ല.